ഇത്തവണത്തെ കലോത്സവത്തിലും കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ്. ഇത്തവണത്തെ ഭക്ഷണകാര്യത്തിൽ ചില പ്രത്യേകതകളൊക്കെയുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആകുന്ന ഒരു ചോദ്യം ഇതാണ്: കലാപ്രേമികൾക്ക് ബോളിയും പാൽപ്പായസവും വിളമ്പുമോ ഇല്ലയോ? കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുട്ടികളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് സദ്യ വിളമ്പുന്നത്. ഇന്നലെ തുടങ്ങിയ വിഭവശേഖരണം ഇന്നുമുണ്ടാകും. അങ്ങനെ ശേഖരിക്കുന്ന വിഭവങ്ങൾ നാളെ ഞാനിപ്പോൾ ഇരിക്കുന്ന പുത്തരിക്കണ്ടത്തെ ഈ പാചകപ്പുരയിലെത്തിക്കും. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ വിളമ്പുന്ന സദ്യയിൽ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലായ ബോളിയും പാൽപ്പായസവും ഉണ്ടാകുമോ? അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് കൊടുക്കണ്ടേ? നമുക്ക് തിരുവനന്തപുരത്തുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. മലയാളിയുള്ള ഒരു ഇതാണെങ്കിൽ കഴിച്ചേ പറ്റുള്ളൂ. കൊച്ചുകുട്ടികളല്ലേ, അവർക്കും ഈ പറഞ്ഞ പോലെ ബോളിയും പായസമൊക്കെ വലിയ പ്രിയമുള്ള കാര്യമാണ്. കാരണം തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കേരളത്തിൻ്റെ സംസ്ഥാനമല്ലേ, അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. അത് നല്ലതാണ്. ബോളിയും പായസം ഇഷ്ടമില്ലാത്ത ആരുമില്ല. തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണത്. വേറെ ആൾക്കാർ വേറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ടോ, വേറെ ജില്ലയിൽ നിന്നൊക്കെ വരുമല്ലേ, അപ്പോൾ അവരും കഴിക്കട്ടെ, നല്ലതല്ലേ. ബോളിയും പായസം തിരുവനന്തപുരത്തുള്ള വെളിയിൽ നിന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്. എന്തെന്ന് വെച്ചാൽ അവിടെ ബോളിയും പായസവും കാണില്ല. നമ്മളെ തിരുവനന്തപുരത്ത് വരണത് എൻ്റെ ഇതിന് വേണ്ടിയല്ലേ വരണത്, അപ്പോൾ അവർക്ക് കൊടുക്കണം. അത് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കുക. അതൊന്നും നോട്ട് ഓൺലി ബട്ട് ആൾസോ. തിരുവനന്തപുരത്തിന് തനതായ രുചിയില്ലേ, തനതായ രുചിയും പുറത്തുനിന്ന് വരുന്നവരേക്ക് ആസ്വദിക്കാൻ അവസരം നമ്മൾ കൊടുക്കുക. പ്രത്യേകിച്ചും ഈ പുതുവത്സരത്തിന് ഒരു മധുരം. ബോളിയും പാൽപ്പായസവും എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഒരു വികാരമാണ്. ഇതില്ലാത്ത ഒരു സദ്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മുടെ അതിഥികളായി എത്തുന്ന കൊച്ചു കലാപ്രതിഭകൾക്ക് ഒരു ദിവസമെങ്കിലും ഇത് കൊടുക്കണമെന്നാവശ്യപ്പെട്ടാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും വളരെ മികച്ച രീതിയിലാണ് സർക്കാർ കലോത്സവം നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ആവശ്യം കൂടി പരിഗണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേലിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. ബോളിയും പാൽപ്പായസം നൽകാനുള്ള തീരുമാനമുണ്ടെങ്കിൽ അത് വളരെ നല്ല തീരുമാനമാകും. കാര്യം ബോളി ഇനി ഇതുവരെ അറിയാത്തവർക്ക് ആ മാസ്മരിക രുചി, മാന്ത്രികത ഒന്ന് പരിചയപ്പെടുത്താൻ നല്ല അവസരമാണ്.